ഏതെങ്കിലും CPI ഇന്നലത്തെ ആ നിലപാട് ശരിയല്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് CPI നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ അത് വലിയ രീതിയിൽ LDF തിരിച്ചടിയായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അവർ അന്ന് കാര്യം മനസ്സിലാക്കാതെയാണ് ഈ കടന്ന് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. PM ശ്രീയിൽ ഒപ്പിട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ വലിയ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതായത് വിഴിഞ്ഞത്ത് അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും ഈ സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷ ഐക്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് CPI ആയിക്കൊള്ളട്ടെ CPM ആയിക്കൊള്ളട്ടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ, അവിടെ നടന്നിട്ടുള്ള അഴിമതി, LDFനകത്താണ് ഈ പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനമൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഇത്രയും വലിയ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഈ ഒരു വിഷയം കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തത് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് PP സുനീറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടൊരു വീഴ്ച തന്നെയാണ്. CPIയെ സംബന്ധിച്ച് CPI ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDFനകത്ത് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. ഇപ്പൊ നോക്കൂ, കേരള കോൺഗ്രസ് എം എത്ര മാന്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ RJDക്ക് CPIയുമായിട്ട് എതിർപ്പുകളില്ലേ? ആ എതിർപ്പുകൾ RJD പറയുന്നത് എവിടെയാണ്? LDF യോഗത്തിലല്ലേ പറയുന്നത്. നമസ്കാരം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം CPI CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാർക്കിടയിൽ വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നലെ CPMനെതിരെ CPI നടത്തിയിരിക്കുന്ന ഒരു വിമർശനം അത് അനവസരത്തിലാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ വലിയ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതായത് വിഴിഞ്ഞത്ത് അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എല്ലാ കോണുകളിൽ നിന്നും ഈ സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിപക്ഷ ഐക്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് CPI ആയിക്കൊള്ളട്ടെ CPM ആയിക്കൊള്ളട്ടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ, അവിടെ നടന്നിട്ടുള്ള അഴിമതി, ഇതിനെ ശക്തമായിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്. അതാണ് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ പ്രവർത്തനം നടത്തി മുൻപോട്ട് പോകേണ്ട സമയത്ത് ഇതുപോലൊരു വലിയ വിഷയം ഇത്രയും ഹൈലൈറ്റിൽ നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ബക്കാഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനം ഈ സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു കാരണവശാലും CPIയുടെ ഭാഗത്ത് നിന്ന്, ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ CPIയുടെ ഭാഗത്ത് നിന്ന് CPMനെതിരെ ഒരു വിമർശനം ഉണ്ടാകാൻ പാടില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് CPI അർഹമാണോ അർഹതയല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു കീഴ്വഴക്കം ഇല്ല എന്നാണ് പ്രതിപക്ഷത്തുള്ള CPM നേതാക്കന്മാർ പറയുന്നത്. ഇത് ഇത് LDFനകത്ത് പറയേണ്ട കാര്യമില്ലേ? CPMന്റെയും അതോടൊപ്പം തന്നെ ഈ LDFന്റെയും നിലപാടുകൾ നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. LDFനകത്താണ് ഈ പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനമൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഇത്രയും വലിയ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് ഈ ഒരു വിഷയം കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തത് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് PP സുനീറിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടൊരു വീഴ്ച തന്നെയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ വിഷയത്തിൽ CPI പറഞ്ഞിരുന്നത് എന്നത് കേട്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥ LDFന് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് പറഞ്ഞത്. PM ശ്രീയിൽ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? SSK ഫണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആർക്കുണ്ടായിരുന്നു? കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. ആ സമയത്തും ഇവിടുന്ന് ഏതെങ്കിലും മന്ത്രിമാർ പോയി ഒപ്പിട്ടോ? ക്യാബിനറ്റിൽ ഈ തീരുമാനം പാസ്സാക്കിയോ? ഇല്ലല്ലോ. ഉദ്യോഗസ്ഥ തലത്തിലാണ് എഗ്രിമെന്റ് നടന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിരിക്കുന്ന അതൊരു MOU ആണ്, ഒരു ധാരണാപത്രം മാത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും PM ശ്രീയിൽ ഒപ്പിട്ടു എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇന്നലെ നമ്മുടെ തളിപ്പറമ്പ് MLA ആയിട്ടുള്ള TK ഗോവിന്ദനും ഇത് തന്നെ പറയുന്നത് കേട്ടു. PM ശ്രീയിൽ ഒപ്പുവെച്ചത് CPM അല്ലെന്ന്. PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണാപത്രം ഉണ്ടാക്കി ആ ധാരണാപത്രത്തിൽ 2 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. PM ശ്രീയുടെ എഗ്രിമെന്റ് ഒപ്പിടണം എന്നുണ്ടെങ്കിൽ അത് ഗവർണറും പ്രസിഡന്റിന്റെയും പേരിൽ വേണം ഒപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരാണ് ഒപ്പിടേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാത്തിടത്തോളം കാലം PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന് പറയാൻ സാധിക്കില്ല. ഈ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ SSK ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അതിന് SSK ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇതിനെ ഇതേ രീതിയിൽ വിവാദമാക്കിയതാരാണ്? CPI ആണോ? CPIക്ക് ഇത് വേണമെങ്കിൽ LDFനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. LDFനകത്ത് പറയേണ്ട കാര്യങ്ങൾ LDFനകത്ത് പറയാതെ ഇത് പുറത്തു വന്ന് പറയുന്ന സമയത്താണ് ഈ പ്രശ്നം. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ UDFനാണ്. UDFനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലും പുറത്തു വന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ടോ? വളരെ ഐക്യത്തോടു കൂടിയിട്ടല്ലേ UDF വന്നത്. UDF കൂടിയിട്ട് എത്ര നാളായി? ഒരുപാട് നാളായില്ലേ? KPCCയുടെ എക്സിക്യൂട്ടീവ് കൂടിയിട്ട് എത്ര നാളായി? ഏതാനും ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് VM സുധീരനെ പോലെയുള്ള 1-2 നേതാക്കന്മാർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കപ്പുറത്ത് UDFനകത്തു നിന്നോ കോൺഗ്രസിനകത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അപശബ്ദങ്ങളുണ്ടോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം.
അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് UDF-ന്റെ കരങ്ങളിലേക്ക് ഭരണം കിട്ടിയിരിക്കുന്നത്. ഈ ഭരണം കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ UDF-നകത്തോ KPCC-ക്കകത്തോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു നിർബന്ധ ബുദ്ധി കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള അപശബ്ദങ്ങളും ഈ പറഞ്ഞ UDF-നകത്തുനിന്ന് വരാത്തത്. അതെന്താണ് LDF കണ്ടുപിടിക്കാത്തത്? ഇപ്പൊ നോക്കൂ, CPI ഇന്നലെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുള്ള ഒരു ആരോപണമാണോ? അത് LDF-ന്റെ കാര്യമല്ലേ? അത് ഈ LDF-ന്റെ ഒരു വിഷയത്തെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ട് അലക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അത് LDF-ൽ പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലേ? പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യം പറയുന്നു, അതിനപ്പോൾ തന്നെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ചർച്ചകൾക്ക് ഇനിയും സമയമുണ്ടല്ലോ. കെ രാജനെ പോലെയുള്ള ഒരാൾ CPI-യുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തേക്ക് വരുന്നതിനെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം സ്വാഗതം ചെയ്യും, അതിനൊന്നും സംശയം വേണ്ട. പക്ഷേ അത് പറയേണ്ട രീതിയിലല്ലേ പറയേണ്ടത്? ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു. ആ വീഴ്ച ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിനെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടി കൊണ്ടുപോയി CPI ഇട്ടുകൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും CPI-യുടെ ഇന്നലത്തെ ആ നിലപാട് ശരിയല്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് CPI നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ അത് വലിയ രീതിയിൽ LDF-ന് തിരിച്ചടിയായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം അവർ അന്ന് കാര്യം മനസ്സിലാക്കാതെയാണ് ഈ കടന്ന് ഓരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നത്. PM ശ്രീ ഒപ്പിട്ടിട്ടില്ല, അതിൻ്റെ ധാരണാപത്രത്തിൽ മാത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ, ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്താതെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് വിമർശനം ഉന്നയിക്കുകയാണ്. കാരണം ഞാൻ പറയട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ളൊരു ഹേറ്റ് ക്യാമ്പയിൻ സ്വന്തം മുന്നണിക്കകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, അദ്ദേഹം ആ വിമർശനത്തിന് അതീതനൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ, CPM-ന്റെ എല്ലാ പാർട്ടി കമ്മിറ്റികളിലും നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ ഇതുപോലൊരു സമയത്ത്, വളരെ ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് CPI-യുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ വന്ന് പരസ്യമായിട്ടൊരു വിമർശനം CPM-നെതിരെ ഉന്നയിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. ഒരുപക്ഷെ CPI-യിലെ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. K. ഇസ്മായിലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഏത് രീതിയിലാണ് അപമാനിച്ച് നിലവിലത്തെ നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതിനുശേഷമാണ് ഇവർ ഈ ഒരു പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലൊരു പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇവിടെ നോക്ക്, കാരണം VD സതീശൻ എന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50 ദിവസം ആകാൻ പോകുന്നു. ഈ 50 ദിവസത്തിനിടയിൽ UDF-ന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. UDF-ന്റെ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും അതിനകത്ത് ഒരു ചെറിയ ഘടകകക്ഷിയെങ്കിലും ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? മിണ്ടാത്തതിന് കാരണമുണ്ട്. അവരാരെങ്കിലും ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ ബോർഡ് കോർപ്പറേഷനുകളുടെ ഡിവൈഡേഷനൊന്നും കഴിഞ്ഞിട്ടില്ല. തങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ പറഞ്ഞ ഘടകകക്ഷികളൊക്കെ മിണ്ടാതിരിക്കുന്നത്. ഈ ബോർഡ് കോർപ്പറേഷൻ വിഭജനമൊക്കെ കഴിയുന്നതോടുകൂടി പൊട്ടിത്തെറികളുണ്ടാവും. അതുവരെ സൈലന്റ് ആയിരിക്കും. ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കകത്തും അതുവരെ എല്ലാ കാര്യങ്ങളും സൈലന്റ് ആയിരിക്കും. തനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാരിനെതിരെ എന്താ കരുതിക്കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടാവില്ലെന്നാണോ? അതിശക്തമായ വിമർശനങ്ങൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉയർന്നു വരും. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് ഏതെങ്കിലും ഒരു ബോർഡിന്റെ മെമ്പറായിട്ടോ ചെയർമാനായിട്ടോ കോർപ്പറേഷൻ ചെയർമാനായിട്ടോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ്. വരും ദിവസങ്ങളിലെങ്കിലും CPI-യെ സംബന്ധിച്ച് CPI ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDF-നകത്ത് പ്രശ്നങ്ങൾ ഉന്നയിക്കുക. ഇപ്പൊ നോക്കൂ, കേരള കോൺഗ്രസ് എം എത്ര മാന്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ RJD-ക്ക് CPM-ആയിട്ട് എതിർപ്പുകളില്ലേ? ആ എതിർപ്പുകൾ RJD പറയുന്നത് എവിടെയാണ്? LDF യോഗത്തിലല്ലേ പറയുന്നത്. മറിച്ച് ഏതെങ്കിലും പത്രമാധ്യമങ്ങളെ കണ്ട് വിളിച്ചു പോകാറുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ CPI പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു പരാജയം എന്ന് പറയുന്നത് CPI-യുടെ കൂടി പരാജയമാണ്. CPI-യുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിമാരുടെയൊക്കെ എഫിഷ്യൻസിയെ കുറിച്ച് നമ്മൾ കൂടെ സംസാരിച്ചു തുടങ്ങിയ കാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് LDF-ൽ ഏറ്റിരിക്കുന്ന പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഒരു പിണറായി വിജയൻ മാത്രമല്ല, LDF-ലെ മുഴുവൻ ആളുകളുമാണ്. മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം എല്ലാവരും സംസാരിക്കാനായിട്ട്. ഇന്നലെ CPI-യുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അനവസരത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രതിപക്ഷ ഐക്യം എന്നുള്ളതിനെ തടസ്സപ്പെടുത്താൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് CPI-യുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.